എന്താ ശശി മുഖത്തൊരു വാട്ടം? സർക്കാരിനെ കുറിച്ച് ആലോചിച്ചാണോ? സർക്കാരിന് എന്ത് പറ്റി? ഒന്നും അറിയാത്തതുപോലെ. സോളാർ ചൂടിൽ ആടി ഉലയുകയല്ലേ. അതിനും വലിയ പ്രശ്നത്തില്ല റപ്പായ ചേട്ടാ ഞാൻ പെട്ടിരിക്കുന്നത്. എന്തു പറ്റി? നീയും സോളാറിൽ പൈസ കൊണ്ടിട്ടോ? അതൊന്നുമല്ല, പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. ആര്? നമ്മുടെ അമ്മായിയപ്പൻ, അല്ലാതെ ആര്? അത് ശരി, നമ്മുടെ ശങ്കരൻ ചേട്ടൻ വന്നു അല്ലേ? നിന്റെ കാര്യം കുറെ കുഴയുമല്ലോടാ. പിന്നല്ലാതെ 2 മാസം കൂടുമ്പോ ഓരോ മക്കളുടെ അടുത്ത് വന്ന് നിൽക്കും. അത് ശരിയാ, മൊത്തം 6 മക്കളാണല്ലോ. 6, 2, 12. 2 മാസമല്ലേ, ഒന്ന് സഹിച്ചു കളാ. പുള്ളി ഓരോ വടിച്ച കോമഡി അടിക്കും, അതെല്ലാം എന്റെ പുന്നാരൻ മോൻ എഴുതിയെടുക്കും. അതൊക്കെയാണല്ലേ നാട്ടിൽ മുഴുവൻ അവന്റെ പേരിൽ ഇറങ്ങുന്ന ഓരോരോ വിറ്റുകൾ. ഒട്ടുമിക്കതും അത് തന്നെ. ഞാനൊന്ന് ചോദിക്കട്ടെ, ടിൻഡു ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് പറയാനാവുമോ? അവൻ വേറെന്ത് ചെയ്യാൻ? ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് സമയത്ത് ഡുണ്ടുവിന്റെയും ദീപുവിന്റെയും നടുവിലിരുന്ന് പുതിയ കോമഡി പറയുകയായിരിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവൻ ഇനി കളിയാക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ? എന്റെ പേരിൽ തന്നെ എത്ര വിറ്റിറക്കി? ഇനി എന്റെ മരിച്ചുപോയ അച്ഛൻ മാത്രമേ ബാക്കിയുള്ളൂ. എന്റെ അച്ഛനെ മാത്രം അവൻ വെറുതെ വിടണേ ദൈവമേ. എന്റെ മുത്തശ്ശൻ വളരെ ധീരനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ആയുധമില്ലാതെ സിംഹത്തിന്റെ ഗുഹയിൽ കേറിയിട്ടുണ്ട്. അപാര ധൈര്യം തന്നെ. തിരിച്ചിറങ്ങിയപ്പോ ആളുകൾ അദ്ദേഹത്തെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടിക്കാണുമല്ലേ. അതിന് മുത്തശ്ശൻ പുറത്തിറങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ.